എവ്രിവൺ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് വന്നിട്ട് ഒരു കുട്ടി വ്ലോഗാണ് കേട്ടോ. നമ്മൾ വന്നിട്ട് ഒന്ന് ഷാർനാർ പോകുന്നുണ്ട്. എനിക്ക് കുറച്ച് സ്റ്റേഷനറി സാധനങ്ങളും കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് വാങ്ങിക്കാനുണ്ട്. ഇപ്പം മക്കള് മലയാളം ക്ലാസ് പോകുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം അവരെയും കൂട്ടിയിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ നമുക്കൊന്ന് പാനിപ്പൂരിയൊക്കെ ഒന്ന് കഴിക്കാൻ പോവാം. എനിക്ക് ഓരോന്നിനും ഓരോ കടയുണ്ട്. പാനിപ്പൂരിയൊക്കെ ഇവിടെ ഇഷ്ടംമാരിയാണ് കേട്ടോ. ഇങ്ങനെ ഉന്തുന്ന ആ ഒരു വണ്ടിയിൽ കൊണ്ടുപോയിട്ട് ഒരുപാട് പാനിപ്പൂരി ഉണ്ട്, പാനിപ്പൂരിക്കാരുണ്ട്. പക്ഷേ ഞാനും ഏട്ടനും ആദ്യമായിട്ട് ഞാൻ പോയി ഒരുപാട് തവണ ഞാൻ പോയി കഴിച്ച് അങ്ങനെ അവിടുത്തെ ആളുമായിട്ട് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് പോകുമ്പോൾ നമ്മൾ ഒരു ഷോപ്പിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നമ്മൾ പോയി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവിടുത്തെ ആളുകളായിട്ട് നമുക്ക് പരിചയം. അങ്ങനെ എനിക്ക് ഓരോ ഫുഡിനും ഓരോ ഷോപ്പ് ഉണ്ട് കേട്ടോ. അപ്പം അതുപോലെയുള്ളൊരു ഷോപ്പിലേക്കാണ് ഇന്ന് പോണത് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കിത് ആദ്യം കഴിച്ച സമയത്ത് ഫസ്റ്റ് ഞാനത് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ആലുപൂരി പാനിപൂരി ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദിലാബാദ് വർക്ക് ചെയ്ത സമയത്ത് പാനിപൂരി ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ടെന്നല്ല, അത് ഞാൻ കഴിച്ചിട്ടില്ല. അപ്പം ആദ്യമായിട്ട് ഞാൻ കഴിക്കുന്നത് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് ഏട്ടൻ എന്നെ കൊണ്ടുപോയി ഇങ്ങനെ ഷാർനാറിൽ കൊണ്ടുവന്ന് എന്നെ കുട്ടി ഞങ്ങൾ രണ്ടുപേരും പോയി കഴിക്കുന്ന സമയത്താണ്. പക്ഷെ ആദ്യം കഴിച്ച സമയത്ത് ഇതിനാണോ ഈ പാനിപൂരി എന്ന് ഇവർ പറയണത് എന്നാണെന്നോ ഞാൻ വിചാരിച്ചത്. പിന്നെ ഓരോ പ്രാവശ്യം ഏട്ടൻ ഇതൊരു 10 രൂപയ്ക്ക് വാങ്ങിച്ചാൽ ഒരുപാടുണ്ടാവും. അപ്പോൾ ഓരോ പ്രാവശ്യം ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഏട്ടൻ പോകുമ്പോൾ ഏട്ടൻ 10 രൂപയ്ക്ക് വാങ്ങിയപ്പോൾ ഒരെണ്ണം ഞാൻ എടുക്കും. പിന്നെ ഏട്ടൻ 10 രൂപയ്ക്കും ഞാൻ 20 രൂപയ്ക്കും കഴിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. അങ്ങനെ ഒരു ബന്ധമാണ് എനിക്ക് പാനിപൂരി ആയിട്ടുള്ളത്. ഇത് വന്നിട്ട് ദഹിപൂരിയാണ്. ദഹിപൂരി ഞാൻ അങ്ങനെ അധികം കഴിച്ചിട്ടില്ല കേട്ടോ. കുട്ടികളുണ്ടായതിനു ശേഷമാണ് ആക്ച്വലി ഇതിലേക്ക് കടന്നത്. കാരണം ഞാനും ഏട്ടനും ഈ പാനിപൂരി കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർക്ക് അത് വായിലേക്ക് കൊള്ളില്ല. അപ്പം ഇവർക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് പ്ലേറ്റിൽ എടുത്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ദഹിപൂരി വാങ്ങിക്കാൻ തുടങ്ങി. അതിനുശേഷമാണ് എനിക്കിതിന്റെ ടേസ്റ്റ് പക്ഷെ അത്ര അധികം ഇഷ്ടമില്ല. ഇത് ദഹിയും സോസും നമ്മുടെ തൈരും സോസും അതുപോലെ ആ ഒരു നമ്മുടെ എഗ് മിക്സറൊക്കെ ഇല്ലേ നാട്ടിലത്തെ, ആ മിക്സറും ഒക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അത്ര അധികം എനിക്ക് ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ നമ്മുടെ സൂപ്പർ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. ഇതാണ് ഷാദ്നഗറിന്റെ സ്വന്തം നാഷണൽ മാർട്ട്. ഇവിടെയാണ് ഒരുവിധം എല്ലാ ആളുകളും ഇപ്പോൾ ഷാർനാറിന് സാധനങ്ങൾ വാങ്ങിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇത് ആദ്യം ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് ആയിരുന്നു കേട്ടോ. MRP റേറ്റിൽ നിന്നും വളരെ കുറഞ്ഞിട്ടാണ് സാധനങ്ങൾ കിട്ടുക. അപ്പോൾ ആളുകൾ നല്ല ഇരച്ച് കയറാൻ തുടങ്ങി ഷോപ്പിലേക്ക് അങ്ങോട്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്തു, വലിയൊരു സൂപ്പർ മാർക്കറ്റായിട്ട് വലിയായിട്ട് തുറന്നിട്ട് ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് എല്ലാ സാധനങ്ങളും കയറി കഴിഞ്ഞാൽ എടുത്ത് ഇറങ്ങി പോരാൻ പറ്റുന്ന ഒരു രീതിയിലായി. സോ ഷാർനാർ ഞാൻ ഓൾറെഡി നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ഭയങ്കര സിറ്റിയൊന്നും അല്ല, ഒരു ചെറിയ ടൗണാണ്. അപ്പോൾ ആ ടൗണിലേക്ക് അത്യാവശ്യം നല്ല അടിപൊളി ഒരു സ്ഥലമാണിത്. അങ്ങനെ നമ്മൾ അവിടുന്ന് സാധനങ്ങളെല്ലാം വാങ്ങിച്ചു. പിന്നെ ഒരു ചെറിയ ചോക്കോ കേക്കൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ 4 പേരും കൂടെ കഴിച്ച് തിരിച്ച് പോരാണ് കേട്ടോ. അപ്പോൾ ഷാർനാർ കുറച്ച് നിങ്ങൾ കണ്ടില്ലേ, ഇനി ഇങ്ങനെ ബാക്കിയുള്ളതും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടാനും മറക്കണ്ട കേട്ടോ. ബൈ.